ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി മോഹൻലാൽ സിനിമകൾ എന്നും മലയാളികൾക്ക് ഒരു ആഘോഷം തന്നെയാണ് ഈ സിനിമകളെല്ലാം തന്നെ. അതിനതിൽ തന്നെ ഫാൻസ് രണ്ട് ചേരിയിൽ, മമ്മൂട്ടിയുടെ ഫാൻസും മോഹൻലാൽ ഫാൻസും. എടുത്തു പറയാനുള്ളത്, മമ്മൂട്ടി ഫാൻസ് മോഹൻലാൽ ഫാൻസിനെ കണ്ട് പഠിക്കണമെന്നുള്ളത് തന്നെയാണ്. വേറെ ഒന്നുമല്ല, ഒരു സിനിമ വരുമ്പോൾ അവർ നൽകുന്ന സപ്പോർട്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. ഈ ഒരു കാര്യം ചർച്ച ചെയ്യുന്നതിൽ ആരും അങ്ങനെ വിഷമിക്കേണ്ട കാര്യങ്ങളുമില്ല. കാരണം ഉള്ള കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമാണ്. ഇവിടെ എടുത്തു പറയാം, സമീപകാലത്ത് ഏകദേശം 5 വർഷമായിട്ട് ഏറ്റവും മികച്ച സിനിമകൾ തന്നിരിക്കുന്ന വ്യക്തി മമ്മൂട്ടി തന്നെയാണ്. വേറെ ഒരു നടനും അതിനോട് അടുത്തെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പല നടന്മാരുടെയും ആരാധകർ എല്ലാവർക്കുമുള്ള ഒരു മോഹം തന്നെയാണ് ഇതേപോലെയുള്ള സിനിമകൾ ലഭിക്കാൻ. പക്ഷേ മമ്മൂട്ടി ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം കൈനിറയെ സിനിമകൾ അങ്ങനെ ലഭിക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, തിയേറ്ററിൽ അതിനുള്ള ഒരു പ്രകമ്പനം സൃഷ്ടിക്കാനും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് മോഹൻലാൽ ഫാൻസിലേക്ക് ചെല്ലുകയാണെങ്കിൽ, സമീപകാലത്ത് ഈ വർഷമാണ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിലാണ് മോഹൻലാലിന് ഒരു നല്ല സിനിമകൾ വരുന്നത്. അതിന് മുമ്പുള്ള ഏതാനും നാളുകളിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് അത്രത്തോളം എത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്ന് വെച്ചിട്ട് ഒരുപാട് പിറകോട്ടൊന്നുമല്ല, ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ നല്ല സിനിമകൾ വന്നു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ ചെയ്തിരുന്ന ഒരു കാര്യം മനസ്സിലാക്കുക, ആ സിനിമയെ മാക്സിമം ലിവറേജിലേക്ക് അവരെത്തിക്കുന്ന ഒരു കാര്യം തന്നെ. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്നുള്ള പരിപാടികളല്ല അവർ ചെയ്തിരുന്നത്. സോഷ്യൽ മീഡിയയിൽ അവർ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി അവർ അമ്മാതിരി സംഭവമാക്കുന്നുണ്ട്. ആ സിനിമ ആർക്കും കാണാൻ തോന്നിക്കുന്ന തരത്തിലേക്ക് അത്രത്തോളം ഇമ്പമാക്കുന്നു മോഹൻലാൽ ഫാൻസ് എന്ന് തന്നെ പറയാം. കാരണം അത്രത്തോളം തിരക്കുകൾ തിയേറ്ററിൽ വരുന്നു. ആദ്യ ദിനത്തെ ആഘോഷം അങ്ങനെയാണ്, സോഷ്യൽ മീഡിയയിൽ അത് കാണാൻ കഴിയുന്നു എന്നൊക്കെയാണ്. പക്ഷേ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ച് നോക്കുക. കളങ്കാവൽ എന്ന ചിത്രമാണ് ഇനി വരാനുള്ളത്. അവിടെ ഒരു കടുത്ത വെല്ലുവിളി തന്നെ മമ്മൂട്ടി ആരാധകർക്ക് മുന്നിൽ വെക്കുകയാണ്. ഈ ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് മാറ്റാൻ അല്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് അടിയിൽ വന്നിട്ട് കമൻസ് ഇടാൻ കഴിയണം. വേറെ ഒന്നുമല്ല, നോക്കടാ ഞങ്ങളുടെ മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ ഇതാ ഈ ഒരു എമൗണ്ടിലേക്ക് അല്ലെങ്കിൽ 100 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു, ഞങ്ങൾ വിചാരിച്ചാൽ അത് നടക്കുമെന്നുള്ളത്. ഇവിടെ മമ്മൂട്ടി നൽകിയിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. ഭീഷ്മപർവം എന്ന സിനിമ മോഹൻലാലാണ് ചെയ്തിരുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. മമ്മൂട്ടിക്ക് പകരം മോഹൻലാൽ ചെയ്തിട്ട് അതേ റേഞ്ചിൽ നിൽക്കുന്ന ഒരു സിനിമയാണെങ്കിൽ മിനിമം 200 കോടിക്ക് മുകളിൽ അല്ലെങ്കിൽ 250 കോടിക്ക് മുകളിൽ എത്തേണ്ട ചിത്രമാണ്. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു കൊടൂരമായിട്ടുള്ള ഗംഭീര സംഭവം തന്നെയായിരുന്നു ആ ടൈമിൽ ഈ ഒരു സിനിമ. അങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല അതിന് മുമ്പ് മലയാളത്തിൽ. എന്തിന്, അതിന് ശേഷം വന്ന ഇപ്പോൾ സംസ്ഥാന അവാർഡ് മേടിച്ച, ഒരുപക്ഷെ നാഷണൽ അവാർഡ് നേടും എന്ന് നമുക്ക് ഉറപ്പുള്ള ചിത്രം ഭ്രമയുഗം, അത് മോഹൻലാൽ സിനിമയായിരുന്നെങ്കിൽ ഒരു 300-350 കോടി നിഷ്പ്രയാസമായി വരുമെന്നുള്ളതാണ്. മമ്മൂട്ടിയുടെ അത്ര ഗംഭീരമായിട്ടുള്ള ആ ഒരു ചിത്രം നേടിയത് ഏകദേശം 80 ലക്ഷം രൂപയ്ക്ക് താഴെ എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അത്ര ഗംഭീരമായിട്ടുള്ള സിനിമകളില്ലെങ്കിൽ പോലും മോഹൻലാൽ ഫാൻസ് മോഹൻലാൽ സിനിമകളെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ അല്ലെങ്കിൽ സമീപകാലത്ത് ഇറങ്ങിയ ചിത്രം അത് മമ്മൂട്ടി ചെയ്തിരുന്ന ചിത്രമായിരുന്നെങ്കിലോ എന്ന് ആലോചിച്ച് നോക്കുക. ഹൃദയപൂർവ്വം എന്നുള്ള ചിത്രം ഒരു പക്ഷേ 10 കോടി പോലും തികച്ച് നേടില്ലായിരുന്നു എന്നുള്ളതാണ്. അത് മോഹൻലാൽ ആയതുകൊണ്ട് മാത്രമാണ് അത് ആ റേഞ്ചിലേക്ക് 50 കോടി കടന്ന് മുകളിലേക്ക് 80 കോടിക്ക് അടുത്തേക്ക് എത്തിയ ഒരു കാര്യവും ഉണ്ടായത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ കാണുന്ന കാര്യവും. മികച്ച സിനിമകൾ ചെയ്ത് മികച്ച സിനിമകൾ ഇറക്കിയത് കൊണ്ടോ അഭിനയത്തിൽ കുലപതിയായി നിന്നതുകൊണ്ടോ മമ്മൂട്ടിക്ക് ആ ഒരു വലിയ ഒരു എമൗണ്ടിലേക്കോ അല്ലെങ്കിൽ 100 കോടിയിലേക്കോ എത്താൻ കഴിയാത്തതിൻ്റെ കാര്യം ഒരു പരിധിവരെ ഫാൻസ് തന്നെയാണ്. തീർച്ചയായും ഫാൻസ് അതിനനുസരിച്ച് ഇടിച്ച് കയറിയിരുന്നുവെങ്കിൽ, അതേ രീതിയിലൊന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അതെത്താമായിരുന്നു എന്നുള്ളതാണ്. കാരണം അമ്മാതിരി സംഭവമാണ് കയ്യിലേക്ക് വെച്ച് തന്നിട്ടുള്ളത്. ഇക്കുറി കളങ്കാവൽ ഇറങ്ങുമ്പോഴും അതേപോലെ തന്നെ ഒരു സാധനമാണ്. ഇതിപ്പോൾ മമ്മൂട്ടി എതിരാളികളാണെങ്കിൽ പോലും, കടുത്ത എതിരാളികളാണെങ്കിൽ പോലും അവൻ്റെയൊക്കെ ഉള്ളിലുള്ള ഒരു കാര്യമുണ്ട്, ഇത് ഗംഭീരമാണ്, ഇത് ഗംഭീരമാക്കുമെന്നുള്ളത് തന്നെയാണ്. അല്ലാതെ ഇയാൾ എന്തെങ്കിലും കാണിച്ചിട്ട് പോകുമെന്നുള്ളതല്ല. സോഷ്യൽ മീഡിയയിൽ പല രീതിയിൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കാനും പല രീതിയിൽ കളിയാക്കുമ്പോഴും പല രീതിയിൽ വിദ്വേഷം പ്രചരിക്കുമ്പോഴും ഒക്കെ ആ പറയുന്നവരുടെയൊക്കെ ഉള്ളിലുള്ളൊരു കാര്യം, ഇത് മമ്മൂട്ടിയാണ്, മമ്മൂട്ടി ചെയ്താൽ ബാക്കി എല്ലാവരേക്കാളും ഗംഭീരമാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അത്രത്തോളം അറ്റാക്കുകളും നമുക്ക് കാണാറുള്ളത്. എല്ലാ മോഹൻലാൽ ഫാൻസോ മമ്മൂട്ടി വിരോധികളുടെയോ ഒന്നും കാര്യമല്ല പറയുന്നത്. അതേപോലെ തന്നെ എല്ലാ മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ വിരോധികളുടെയോ ഒന്നുമല്ല ഈ കാര്യങ്ങൾ പറയുന്നത്. ചില ടോക്സിക് ആളുകളുണ്ട് അമ്മാതിരി ഇതൊക്കെ പടച്ചു വിടുന്നത്. അവന്മാരെയൊക്കെ ചവിട്ടി ദൂരെ കളഞ്ഞിട്ടുള്ള സാധാരണ ആൾക്കാരുടെ കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. എന്താണെങ്കിലും ഇക്കുറി നമ്മളൊരു കടുത്ത വെല്ലുവിളി തന്നെ മുന്നിലേക്ക് ഇട്ട് തരികയാണ്. കളങ്കാവൽ കത്തിച്ചത് അതിനുള്ള സംഭവം ആ സിനിമയിലുണ്ട്. അല്ലാതെ തുള്ളാനുള്ള സംഭവങ്ങളാണെങ്കിലോ മുണ്ടും
മടക്കി കുത്താനുള്ള സംഭവങ്ങളോ മീശ പിരിക്കാനുള്ള സംഭവങ്ങൾ മാത്രമേ കയറൂ എന്നുള്ളതല്ല. ഇത് ഒറ്റ കാര്യങ്ങൾ ചിന്തിച്ചു നോക്കുക. പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് കമൻസിലൂടെ പറയാവുന്നതാണ്. ഈ പറഞ്ഞ സിനിമകളിൽ ഏതെങ്കിലും ഇനിയും ഈ കളങ്കാവൽ എന്ന ചിത്രം മോഹൻലാലാണ് ചെയ്തിരുന്നതെങ്കിൽ, ഇതേ പ്രകടനമാണ് വരുന്നതെങ്കിൽ തീർച്ചയായും ഇത് 100 അല്ല 200 കോടിക്ക് മുകളിൽ എത്തിയേനേയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം അങ്ങനെയാണ് മോഹൻലാൽ ഫാൻസ് തിയേറ്ററുകളിൽ അണിയിച്ചൊരുക്കുന്നത്. സമീപകാലത്തിറങ്ങിയ നമുക്കറിയാം ഒരു റിലീസ് ചിത്രം, ആ ഒരു ചിത്രത്തിന് ലഭിച്ചതും അതുതന്നെയാണ്. ആഘോഷിക്കുകയാണ്, ആർമാദിക്കുകയാണ്. അത് സിനിമ കാണൽ മാത്രമല്ല, ആഘോഷിക്കുക കൂടെ ചെയ്യുകയാണ്. രാവണപ്രഭു എന്ന ചിത്രം നമുക്ക് കാണിച്ചു തന്നതും അതുതന്നെയാണ്. റിലീസുകളിൽ ഇതുവരെ വന്ന ചിത്രങ്ങളിൽ ഏറ്റവും ഗംഭീരമായിട്ട് അവർ പിന്തുണ നൽകിയതും ആ ഒരു സിനിമയ്ക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കൊന്ന് ചിന്തിക്കാം. നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്തു തരാം.